ഫെയ്ത്ത് ക്ലിയറൻസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലെ ചോദ്യം, കത്തോലിക്ക സഭയിലെ ഒരു അംഗത്തിന് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാം എന്നതാണ്. ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ച ആത്മായ വിശ്വാസി രണ്ടാമത് പൂർണ്ണമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ രണ്ടാമതും ദിവ്യകാരുണ്യം സ്വീകരിക്കാം. എന്നാൽ ഒരു ദിവസം 3 പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളതല്ല. രണ്ടിലധികം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. ഒരു വൈദികന് ഒരു കുർബാനയെ ഒരു ദിവസം അർപ്പിക്കാൻ തത്വത്തിൽ അനുവാദമുള്ളൂ. അജപാലനപരമായ ആവശ്യത്തെ പരിഗണിച്ച് രണ്ടാമതൊരു വിശുദ്ധ കുർബാനയും വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മൂന്നാമതൊരു കുർബാന കൂടി അർപ്പിക്കാം. എന്നാൽ നാലാമതൊന്ന് പാടില്ല. ഇതാണ് പൊതുതത്വം. വൈദികനെ സംബന്ധിച്ച് അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളിലും വിശുദ്ധ കുർബാന സ്വീകരിക്കാവുന്നതാണ്. വിശുദ്ധ കുർബാന ഒരു ദിവസത്തിന്റെ കേന്ദ്ര ബിന്ദു ആയതുകൊണ്ടാണ് ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് വത്തിക്കാനിലെ റോമൻ കുരിയയ്ക്ക് കീഴിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രിഗേഷനുകളുണ്ട്. അതിലൊന്നാണ് കോൺഗ്രിഗേഷൻ ഫോർ ദി ഡിവൈൻ വർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് സാക്രമെന്റ്സ്. അതായത് ആരാധനാപരമായ പരികർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൂദാശകൾ ക്രമങ്ങൾക്കും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ്. ആ കോൺഗ്രിഗേഷന്റെ 2004 മാർച്ച് 25 ഇറക്കിയ ഇൻസ്ട്രക്ഷൻസ് എന്ന വിഭാഗത്തിൽ ഈ മാനദണ്ഡങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നത്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്. അതിന്റെ ചാപ്റ്റർ 4 സെക്ഷൻ 2 ആർട്ടിക്കിൾ 95 അതിൽ പറയാണ്, എ lay member of Christ faithful who has already received the most holy Eucharist may receive it again on the same day only within a Eucharistic celebration in which he or she is participating, with due regard for the prescriptions of CIC Canon 921/2. പാശ്ചാത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള കാനോന നിയമസംഹിതയുടെ 921 കാനോന അതിൻ്റെ 2ാം ഉപവിഭാഗത്തിലാണ് ഇത് പറഞ്ഞു വെച്ചിട്ടുള്ളത്.